ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. രാത്രിയത്തേക്ക് കഴിക്കാനായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയാണ്. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തു. ഒരു 5 വലിയ സവാള കൊത്തിയരിഞ്ഞു, ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എണ്ണ, ഉപ്പ്. കുക്കർ ഞാൻ വേറെ രീതിക്കാണ് വയ്ക്കുന്നത്, എൻ്റെ ഒരു സ്റ്റൈലിനായിട്ട്. ഞാൻ ഒരു ചെറിയൊരു കുക്കർ അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞു ഞാൻ അരിഞ്ഞത് അതിലിട്ട് ഞാൻ മൂപ്പിച്ചു. ഒരു 2 സ്പൂൺ ഇട്ടു. അത് മൂത്ത് വന്ന സമയത്ത് ഞാൻ കുത്തി അരിഞ്ഞ് വെച്ച സവാള ഇട്ടു. നല്ലോണം ഒന്ന് വരട്ടണത്. കാരണം പെട്ടെന്ന് അത് വരണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നത് പിടിക്കുകയുണ്ടല്ലോ, എന്താണ് വെള്ളമോ എല്ലാവർക്കും അറിയാം. എന്നാണ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു ബിൽഡപ്പ് ഇട്ട് നമ്മൾ കുറച്ച് എന്ത് ചേർക്കണം, ഉപ്പ്. അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പിട്ട് ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വരണ്ട് വരുമെന്നാണ് പറയുന്നത്. സത്യമായ കാര്യമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ആ 3 പച്ചമുളക് അതിൽ ഞാനിട്ട്, നല്ല എരിയുള്ള മുളകാണ്. പിന്നെ പൊടികൾ ചേർക്കുകയാണ്. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം അതിലിട്ട് വരട്ടി എടുക്കാം. എന്നുവെച്ചാൽ വലുതായിട്ടും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിന് അടച്ച് വെച്ച് അതങ്ങ് വേവിക്കണം. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ കത്തിച്ചു ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ എന്താ പറയുക, മഞ്ജു ചേച്ചിയുടെ ചിക്കൻ കറി മസാല എടുത്തു. ഒരു 3 സ്പൂൺ എടുത്ത് ആ എണ്ണയിൽ ചൂടായി വന്ന സമയത്ത് അതൊന്നും മൂപ്പിച്ചെടുത്തു. ആ എണ്ണ, ആ മസാല മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു സ്മെല്ല് കിട്ടും, സൗണ്ടും ഒക്കെ കേൾക്കാം. അപ്പം അത് മൂക്കട്ടെ. ഇപ്പോൾ ചിക്കൻ ഇട്ടു. അപ്പം അത് നല്ലോണം എന്താ പറയുക, മിക്സാക്കി കൊടുക്കണം. മിക്സ് ചെയ്യണം, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ആ മസാലയെല്ലാം ചിക്കനിലെല്ലാം പിടിച്ചിങ്ങനെ വരണം. നല്ലോണം മിക്സ് ചെയ്യണമെങ്കിൽ ആ മസാലയെല്ലാം അതിലേക്ക് എടുക്കട്ടെ. ഞാൻ വേറെ അഡീഷണൽ ചിക്കൻ മസാല ചേർക്കത്തില്ല, ഇത് മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. മറ്റേ ഗ്രേവിക്ക് വേണ്ടിയാണ് മറ്റൊരു മുളക് പൊടി മസാല എല്ലാം ചേർത്ത് ഇതിൽ ശകലം നമ്മൾ ഇട്ടിട്ട് വെക്കണം. ഇത് വേവാൻ വേണ്ടി. ഇപ്പോൾ 2 കിലോ നമ്മൾ കറക്റ്റായിട്ട് ഇട്ടിട്ട് നല്ലോണം ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടി ഒന്ന് നല്ലോണം ആക്കി നല്ലതാക്കിയിട്ട് അത് മസാല ഇട്ട് എല്ലാം ഇട്ടതിന് ശേഷം എൻ്റെ സ്പെഷ്യലാണ്. എനിക്ക് ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് വേണമെന്ന് പറയുന്നത്. കാരണം അതെനിക്ക് ഒരാൾ പറഞ്ഞു തന്ന ടിപ്പാണ്. സാധാരണ ഇത് ഉപ്പ് കൂടുമ്പോൾ ഉപ്പ് കുറയാൻ വേണ്ടിയാണ് ഇടുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ്, കൂർക്ക, അങ്ങനെയൊക്കെ ചിക്കൻ കറി വയ്ക്കാം. അപ്പോൾ ഞാനൊരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് അതിലോട്ടിട്ട് അടച്ച് വെച്ചു. ഇപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമായത്, ഞാൻ വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നല്ല ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അത് നല്ലോണം എന്താ പറയുക, ഇളക്കി ആ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി അതിൽ കിടന്ന് നല്ല വൃത്തിയാണെന്ന് വേവണം. വെന്ത് വരുന്ന സമയത്ത് ഞാൻ പാത്രം മാറ്റി, കാരണം ആ പാത്രത്തിൽ കൊള്ളാൻ പാത്രം മാറ്റി വലിയൊരു ഉരുളി വെച്ച് അതിലാണ് വയ്ക്കുന്നത്. മസാലയും ഇടുമ്പോൾ തികയത്തില്ലല്ലോ. അങ്ങനെ ഞാനൊന്ന് പാത്രം മാറ്റി അതിലിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി. നമ്മളെ ഗ്രേവി റെഡിയായി. ആ ഗ്രേവി കംപ്ലീറ്റ് അതിലൊഴിച്ചു. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിൽ
ശകലം വെള്ളം ഒഴിച്ച് തിളയ്ക്കാതെ ഒഴിക്കണം. അതിന് ശേഷം നല്ലതുപോലെ അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്യണം. അരപ്പെല്ലാം അതിൽ പിടിക്കണം. ചിക്കനിലും ഉരുളക്കിഴങ്ങും പിടിച്ചതിന് ശേഷം ഞാൻ താളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ എന്താ പറയുക വലിയ ജീരകമില്ല, പെരുംജീരകവും കുറച്ച് കടുവും കറിവേപ്പിലയും കൂടി ഇട്ടാണ് ഞാൻ താളിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. ഈ എന്താ പറയുക നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ കൂടുതലും എന്താ ഈ പെരുംജീരകം ചേർക്കുന്നത് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടത്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമ്മളതെടുത്ത് ചിക്കനിലോട്ട് ഒഴിക്കണം. കടുകും എല്ലാം പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും എല്ലാം നല്ലോണം ഇതായതിന് ശേഷം അതിലോട്ടിട്ട് നമ്മൾ അത് മൂത്ത് നല്ല ഇതുപോലെ ആവാൻ കാരണം അതിന് ശേഷം നമ്മൾ ആ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി അത് യോജിപ്പിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് കറിവേപ്പിലയുടെ മസാലയുടെ എന്താ പറയുക വലിയ ജീരകത്തിൻ്റെ നല്ലൊരു സ്മെല്ലാണ് ആ സമയത്ത്. കാരണം ഇത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അത്യാവശ്യമുള്ള എരിയെല്ലാം ഉണ്ട്, കൂടിയിട്ടൊന്നുമില്ല. നമ്മളെ മഞ്ജു ചേച്ചിയുടെ ചിക്കൻ മസാലയുടെ മണവും കറിവേപ്പിലയും ഈ പെരുംജീരകത്തിൻ്റെ സ്മെല്ലെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം നല്ലോണം എന്താ പറയുക ഗ്രേവി എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. ചൂടാറുമ്പോൾ സെർവ് ചെയ്യോ. ബൈ ബൈ.